ഓക്കെ, രണ്ടുപേര് നമുക്ക് വേണ്ടി മണിക്കോയിലേ മണിക്കോയിലേ മാറിക്കാവിൽ ഊരൂലേ മൗനരാഗം ഊരൂലേ നീരമഴയിൽ ചീമഴയിൽ നീയും ഞാനും നനയൂലേ ചെറുതാലിയണിഞ്ഞില്ലേ മിനുമിന്നണമിന്നേ ചിന്തരിവാതിൽ മെട്ടിയടഞ്ഞു നല്ലിരവിൽ പതിയേ. ഹായ്, നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം മൂവി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനുമായിട്ട് വന്നതാണ് അല്ലേ. അപ്പോൾ നിഹാലിനും ഗോപികയ്ക്കും സ്വാഗതം. അത് കുഴപ്പമില്ല. അപ്പം നിഹാലിനും ഗോപികയ്ക്കും സ്വാഗതം. ഇപ്പം എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് വലിയ ഇൻ്റർവ്യൂ സ്റ്റൈലിലേക്കൊന്നും പോകണ്ട. എങ്ങനെയുണ്ട്, എന്താണ് പുതുമുഖങ്ങളാണ്? ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് എന്താണ് മീഡിയ മേഖലയിലുള്ളൊരു? എൻ്റെ കേസ് പറയുമ്പോൾ ഞാൻ കുറച്ച് പടത്തിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് പോയി. നല്ലൊരു വേഷം കിട്ടുന്നത് ഈ പടത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിലേക്ക് ഓഡീഷൻ വഴിയായിട്ട് ഗോപി എങ്ങനെയാണ് ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ മ്യൂസിക് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിലൂടെ സാറിൻ്റെ കാസ്റ്റിംഗ് കോൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഓഡിഷൻ എല്ലാ ആർട്ടിസ്റ്റും ഓൾമോസ്റ്റ് ഓഡിഷൻ വഴി ചെയ്തു വന്നതാണ്. ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു സ്ക്രിപ്റ്റ് കിട്ടുന്നത്? അതോ അതെ സ്ക്രിപ്റ്റ് ഫൈനലൈസേഷൻ, ക്യാരക്ടർ ഫൈനലൈസേഷൻ കഴിഞ്ഞിട്ടായിരുന്നു സ്ക്രിപ്റ്റ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ ടീം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്, അത് വായിച്ചിട്ട് എത്രത്തോളം ഒരു ഫീൽ ഉണ്ടായി അതിന്? നല്ലായിരുന്നു. കാരണം ഒരു പഴയ കാലത്തെ സിനിമയാണല്ലോ. സോ അതിൻ്റേതായിട്ടുള്ള ടച്ച് ഡയലോഗിലും കോസ്റ്റ്യൂംസിലും സ്ക്രിപ്റ്റിലും എല്ലാത്തിനും അതിനൊരു ടച്ച് ഉണ്ട്. സോ ഈ ഒരു ന്യൂ ജനറേഷൻ കാലത്ത് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണെന്ന് മനസ്സിലായി. ഈ ഒരു പഴയ കാലം ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ ഇതൊരു മീഡിയ റൈറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇതാണോ, അതോ പേരൻസ് അങ്ങനെ റെഫറൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ പഴയ കാലത്തെക്കുറിച്ച് അറിയാനായിട്ടും? തീർച്ചയായിട്ടും അശോക് പണ്ട് സിനിമ എടുത്ത വ്യക്തിയാണ്. സോ വടക്കവൻ്റെ കഥ, എന്നിഷ്ടം നിന്നിഷ്ടം, അതെല്ലാം റെട്രോ കാലത്ത് ഉണ്ടായിരുന്ന സിനിമയാണ്. സോ സാറിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. എല്ലാ ഷോർട്സിലും കോസ്റ്റ്യൂംസിലും ഓരോ സീനിലും നമ്മൾ ഉപയോഗിച്ച ഓരോ എന്താ പറയണേ പ്രോപ്പർട്ടീസ് ആണെങ്കിലും എല്ലാത്തിലും അതിൻ്റെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. ഒരു വിൻറ്റേജ് ടച്ച് അല്ലെങ്കിൽ ഒരു പഴയ കാലത്തിലൊരു ഇത് വേണം, ഇത് റിലേറ്റബിൾ ആയിരിക്കണം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്തെ പ്രണയം എന്ന് പറയുമ്പോഴേ ഈ പേരിൽ ഒരു കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന് പറയുമ്പം അത് പേരിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്, കാണിക്കുന്നുണ്ട്. പ്രണയമുണ്ട്, അടിയന്തരാവസ്ഥയുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് രണ്ടുപേർക്കും വല്ല ഐഡിയ ഉണ്ടോ? എമർജൻസി ടൈം ആണ്. അന്ന് പോലീസുകാരൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അതായത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം, അവകാശങ്ങളെ ഗണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ അടിയന്തരാവസ്ഥക്കാലം എന്ന് പറയുന്നത്. അന്ന് പ്രണയിച്ചവർക്കും അതുപോലെ ഒത്തിരി വെല്ലുവിളികൾ കൂടുതൽ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് തന്നെയാണോ ഈ സിനിമ പറയുന്നത്? ആ ഒരു ജോണറിലാണ്. ആ സമയത്ത് ആ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള ആ ഒരു പീരീഡിൽ രണ്ടുപേരും പ്രണയിക്കുന്നതും അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പൊളിറ്റിക്കലി ഉള്ള പ്രശ്നങ്ങളും എല്ലാം കൂടി ഉള്ള ആ സമയത്ത് ഒരു അനുരാഗം മാത്രമാണ് സബ്ജക്റ്റ്, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് നടക്കുന്ന അനുരാഗമുണ്ട്. ഒരു മനുഷ്യന്റെ അടിയന്തരാവസ്ഥ കാലത്തെ സിറ്റുവേഷനിലും അതിന്റെ കൂടെ ഒരു അനുരാഗവും വരുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അതിനകത്ത് പുതുമയായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ് പുതുമയായിട്ട് തോന്നാനുള്ള ഒരു? മെയിനായിട്ട് കോസ്റ്റ്യൂംസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ അന്നത്തെ ലൊക്കേഷൻസും കാര്യങ്ങളും ടെക്നോളജി, എന്ത് പറയാൻ ടെക്നോളജി. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ മൊബൈലും, അന്ന് പറയുമ്പോൾ കത്ത് കാര്യങ്ങളൊക്കെ. സോ അതാണ് മെയിനായിട്ട് ഒരു ഡിഫറെൻറ്റ്. പിന്നെ ഇപ്പോൾ പറയുമ്പോൾ എല്ലാതും സോ ഈസിയാണ്. പക്ഷെ അന്ന് പറയുമ്പോൾ അതിലൂടെ ഈ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ട് അതിലൂടെ പ്രണയിക്കുന്ന രണ്ടാൾക്കാരുടെ സ്റ്റോറിയാണ്. ഓക്കെ, ഈ അനുരാഗവും പ്രണയവും ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിഹാലിന് പ്രണയം ഉണ്ടോ?
ഇല്ല. ഗോപികയ്ക്കോ? ഇല്ല. പ്രണയം എന്താണെന്ന് അറിയാതെയാണ് അപ്പൊ പ്രണയത്തിനെ കുറിച്ച് അതാണ് അഭിനയം. ഓക്കെ ഓക്കെ, നല്ല ആൻസർ. ഓക്കെ, അപ്പൊ ആ അഭിനയത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഫസ്റ്റ് മിങ്കിൾ ആവാൻ കുറച്ച് ടൈം എടുത്തിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തമ്മിൽ കോമ്പിനേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പടത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂളില് അവസാനം സെക്കൻഡ് ഹാഫിലും മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ കോമ്പിനേഷൻസ് കൂടുതലെടുത്തത്. അതിനു മുമ്പ് ആളുടെ മാത്രമുള്ള സോളും ആളുടെ ഫ്രണ്ട്സും ആയിട്ടുള്ളത് കുറെ കോമ്പിനേഷൻസ് ഉണ്ട്, അതായിരുന്നു എടുത്തിരുന്നത്. ഞങ്ങൾ തമ്മിൽ ആദ്യം ഫോട്ടോഷൂട്ടാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്. നമ്മുടെ ക്യാരക്ടറായിട്ട് റെഡി ആയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് അപ്പോഴാണ് ആദ്യമായിട്ട് മീറ്റ് പേരൊക്കെ ചോദിച്ച് പരിചയപ്പെടുന്നതന്നെ അപ്പോഴാണ്. ഓക്കെ, ഈ നമ്മളിപ്പോൾ പ്രണയം എന്നുള്ള ഈ തീമിൽ ഒരു സിനിമയിലോട്ട് വരുന്നു. അപ്പം വീട്ടുകാരുടെയൊക്കെ ആദ്യത്തെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആദ്യം കുറച്ചൊരു എതിർപ്പുണ്ടായിരുന്നു, പിന്നെ അത് അക്സെപ്റ്റ് വീട്ടിലില്ലായിരുന്നു. കാരണം അച്ഛനായാലും അമ്മയായാലും എൻ്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്നില്ല. സോ അവർക്ക് ഇത് അഭിനയം ടോട്ടലി ആക്ടിങ് ആണെന്നും ഇതിൽ വലിയ റിയാലിറ്റി സംഭവമൊന്നും ഇല്ലെന്നും എന്നെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ അനുരാഗം ആണുള്ള തീം. അപ്പം പാട്ടുകൾക്കൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് അതിൻ്റെ ഒരു രീതിയാണ് പാട്ടുകളൊക്കെ സമയത്ത്? പാട്ടുകൾ നമ്മുടെ പടത്തിൽ സിറ്റുവേഷൻസ് ആയിട്ട് കുറെ ലിങ്ക് ഉള്ള പാട്ടുകളാണ്. എത്ര പാട്ടുകളുണ്ട്? 3 പാട്ടുകളുണ്ട്. മൂന്ന് ഡിഫറെന്റ് മ്യൂസിക് ഡയറക്ടേഴ്സാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗോപിക പഴയ കാലഘട്ടം പഴയ സിനിമകളൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ളൊരു ആക്ഷൻ ഡാൻസ് അതൊക്കെ തന്നെയാണ് ഈ പാടത്തിൽ വരുന്നത്. അങ്ങനല്ല, പാട്ടിനകത്ത് വരുന്നൊരു വിഷ്വൽസ് നമ്മൾ പഴയ കാലഘട്ടത്തിലൊക്കെ പാട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ? മരം ചുറ്റിപ്രാന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓവർ ആക്ടിങ്. അങ്ങനെയല്ല, നമ്മുടെ ഇതിലിപ്പോ വരുന്ന ഒരു പാട്ടാണ് ഓൾറെഡി റിലീസ് ആയിട്ട്, അതാണ് കുറച്ചും കൂടി റൊമാൻറ്റിക് ടൈപ്പ് ഉള്ളത്. പിന്നെ വേറെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള 2 സോങ്സ് ആണ്. കുറച്ച് യേശുദാസ് സാറിന്റെ പാട്ടും ശ്രേയ ഘോഷൽ. സോ അതില് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് മൂവിയിൽ തന്നെ യേശുദാസിനെ പോലെ ഒരാളുടെ ഒരു പാട്ടിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യമായിട്ട് പല യുവനടന്മാർക്കും കിട്ടിയിട്ടില്ലാത്തൊരു. അതെ അതെ, അത് മാത്രമല്ല ആലക്കേശ്വരത്തുള്ള ഡയറക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ക്രൂവിന്റെ എന്താണ് ഹാപ്പിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടം നസീറിനെ വെച്ചിട്ടായിരുന്നു. ജയൻ എന്ന വ്യക്തിക്കും പിന്നെ നമ്മുടെ അവാർഡ് ജേതാവായ PJ ആന്റണിക്കൊക്കെ ഡബ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളുടെ കൂടെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതിൽ പടത്തിൽ ഒരു അൾട്ടിമേറ്റ് കംബാക്ക് ആണ്. ആഫ്റ്റർ 11 years 10 to 11 years കഴിഞ്ഞിട്ട് സാർ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ്. സോ സാറിൻ്റെ ഒരു കംബാക്ക് കൂടിയാണ് ആസ് എ ഡയറക്ടർ. സാറിൻ്റെ ഒരു കംബാക്ക് കൂടിയാണ് ഈ സിനിമ. ഓക്കെ, ഗോപിക നല്ലൊരു പാട്ടുകാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ മുതലേ ആ ഒരു പാട്ട് പഠിച്ചു വന്നതാണോ? എങ്ങനെയാ? പാട്ട് ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടും ഡാൻസും പഠിച്ചിട്ടുണ്ട്. പാട്ടും ഡാൻസും പഠിച്ചു വന്നതാണ്. ഇപ്പം എത്ര പാട്ട് പാടി? ഒരു പുറത്തിറങ്ങിയ 15ഓളം പാട്ടുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ അമൃതകല ക്രിയേഷൻസിന് വേണ്ടി ഒരു പാട്ട്, മോസ്റ്റ്ലി ഡിവോഷണൽസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓഫേഴ്സ്. അപ്പോൾ സർബ് മ്യൂസിക്സിലായിരുന്നു റിലീസായിരുന്നത്. അമൃതകല ക്രിയേഷൻസിൻ്റെ ബാൻഡിൽ ഒരു പാട്ട്, അതിന് നല്ല റീച്ചായിരുന്നു. തുളസിക്കതിർ എന്ന് പറഞ്ഞ പാട്ട് കമ്പോസ് ചെയ്ത വ്യക്തി ആ പാട്ട് കമ്പോസ് ചെയ്തത്. സോ അതിന് നല്ല റീച്ചായിരുന്നു. ഓക്കെ, 2 പേര് നമുക്ക് വേണ്ടി ആ പാട്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല. നല്ല ഇപ്പൊ പാടാൻ പറ്റുന്ന ഒരു 2. നീ
ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. ഏത് പാട്ട് രണ്ട് മേഖലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്, ഏതിലാണ് കൂടുതൽ താല്പര്യം? എനിക്ക് രണ്ടും ഈക്വലാണ്. കാരണം ഞാൻ പാട്ട് പാടിയിട്ടാണ് ആക്ടിങ്ങിലേക്ക് വന്നത്. സോ ആക്ടിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ആർട്സാണ്. കല എന്ന സംഭവം അത് ഏതായാലും മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും അഭിനയമായാലും എല്ലാം ആർട്സിൽ പെടുന്നതാണ്, കലയിൽ പെടുന്നതാണ്. എന്തും എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ വേർതിരിവ് എന്ന സംഭവമില്ല. ശരിക്കും മോഡേൺ വേഷങ്ങൾ ചെയ്യാനാണോ താല്പര്യം, അതോ തനി നാട്ടും പ്രദേശത്തെ ഇപ്പോൾ ഇതുപോലെ ഒരു പഴയ കാലഘട്ടങ്ങളിലൊക്കെ വന്നു ഇതുപോലെ എന്താണ് കൂടുതൽ ഇഷ്ടം? ഓരോരുത്തർക്കും ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. ഇഷ്ടം ഞാൻ അങ്ങനെയല്ല, ഇപ്പോൾ ക്യാരക്ടറിന് മേൽ ഡിപ്പെൻഡ് ആവും. ഇപ്പോൾ എനിക്ക് പേഴ്സണലി സൂട്ട് ആവുന്ന ഞാൻ വെസ്റ്റേൺ വെയർസും ക്യാഷ്വൽ എല്ലാം കംഫർട്ടിന് വേണ്ടി ഞാൻ ഡ്രസ്സ് ധരിക്കുന്ന ഒരാളാണ്. സോ അപ്പോൾ അങ്ങനെ ഗ്ലാമറസ് റോൾ മാത്രം വേണം, നാട്ടുപ്രദേശത്തെ റോൾ മാത്രം വേണം, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നിഹാലിന് എങ്ങനെയാ, എന്താ കൂടുതൽ ഏത് തരത്തിലുള്ള ക്യാരക്ടർ റോൾ ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം? അത് പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ താല്പര്യമുണ്ട്. കൂടുതലും മേ ബി ഫൈറ്റ് സീൻസ്, നമ്മുടെ യങ്സ്റ്റർ ഫൈറ്റില് ഇച്ചിരി പ്രൊമനന്റ് ആയിരുന്നു. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഓക്കെ ഓക്കെ. എന്തെങ്കിലും മാർഷൽ ആർട്സ് എന്തെങ്കിലും? ഞാൻ ചെയ്യുന്ന സ്പോർട്ട് കാലിസ്തനിക്സ്, അതായത് നമ്മുടെ ബോഡി വെയിറ്റ്, ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് മാസ്റ്ററിംഗ് അവർ ബോഡി. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിറ്റ് ആവാന്നുള്ളൊരു കൺസെപ്റ്റാണ് കാലിസ്തനിക്സ്. നമ്മുടെ ബോഡി എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇത് വന്നത് സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയതാണോ, അതോ അല്ലാതെ സ്വയം ഒരു 6-7 കൊല്ലമായിട്ട് ട്രെയിൻ ചെയ്യുന്നു? ഓക്കെ, സിനിമ ചിന്തിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നുണ്ട്. സിനിമയിലൊക്കെ പ്രയോജനപ്പെട്ടോ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ? സിനിമയിൽ ഒരുപാട് പ്രയോജനപ്പെട്ടു. ഫൈറ്റ് മാത്രമല്ല, അല്ലാതെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ കുറേ സീൻസ് ഉണ്ട്, നമ്മൾ വഞ്ചി തുഴയാനും പിന്നെ വല വീശാനൊക്കെ. സോ അത് എൻ്റെ ഒരു ബേസിക് ഫിറ്റ്നസ് അബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമേ എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. വല വീശാനൊക്കെ കുറച്ചൊരു പാടുണ്ടായിരുന്നു. നമ്മുടെ സോങ് കട്ടിലാണെങ്കിൽ അതിലൊരു സീനുണ്ട് വല വീശും. അത് ആക്ച്വലി ഞാനൊരു ദിവസം തലേന്ന് പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബേസിക് അതൊരു വഞ്ചി തുഴയാനൊക്കെ കുറച്ച് സീനായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊരു ഫിറ്റ്നസ് ഇതിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എന്താണ് മുമ്പോട്ടുള്ള പ്ലാൻ പറ്റിയതൊക്കെ? ഫിലിമിലൊക്കെ തുടരാനാണ്. എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അതിനായിട്ടൊന്നും വന്നിട്ടില്ല. രൂപയൊക്കെ എന്താണ് ഫീൽഡിലേക്ക് എന്തെങ്കിലും? ഞാൻ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പഠിച്ച് സെറ്റിലായി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഡിസൈഡ് ചെയ്യണം. ഇത് ഡിസിഷൻ ആണല്ലോ. സോ അത് ചെയ്യണം, നോട്ട് ഡിസൈഡ്. ഓക്കെ, ഒരു പുതിയ ആള് ഇപ്പം സിനിമയിലേക്ക് വന്നു. ആ സിനിമയിലേക്ക് വന്നപ്പം ഓഡീഷനുകൾ കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഏറ്റവും കൂടുതൽ ഓഡീഷനിൽ ഒരാൾ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ ആ ക്രൂ ആവശ്യപ്പെടുന്ന ഒരു എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാനാണ് നോർമൽ പറയാറ്. അപ്പോൾ അതെന്തായാലും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്തായിരുന്നു? നമുക്കൊരു ഏതൊരു ഡയലോഗ് മീൻസ് ഒരു സീന് വന്നിട്ട് അത് ഡിഫറെൻറ്റ് ഇമോഷനിൽ ആക്ട് ചെയ്യാൻ പറ്റും. ഹാപ്പിനെസ്, സാഡ്നെസ്, അല്ലെങ്കിൽ ആ അവർ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കാം, ചിലപ്പോൾ അത് റൊമാൻറ്റിക് സീൻസ് ആയിരിക്കും. അവരെന്ത് ഉദ്ദേശിക്കുന്ന വെച്ചുകൊണ്ട് ചെയ്യാൻ പറയുമ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ സീന് പല ഇമോഷൻസിൽ അഭിനയിച്ച് കാണിക്കുന്നത്. ഡിപ്പെൻസ് ഡയറക്ടർ അവർ ആവശ്യപ്പെടുന്ന. ഓക്കെ, എന്തായാലും ഈ സിനിമ വളരെ നല്ലൊരു വിജയമായി മാറട്ടെ. നിങ്ങളുടെ ആദ്യത്തെ സിനിമ തന്നെ നല്ലൊരു ഹൈപ്പ് നിങ്ങൾക്ക് കിട്ടാനും അതുപോലെ തന്നെ ഈ സിനിമയ്ക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഡിസംബർ 22 തിയേറ്റേഴ്സിൽ പോയി ഫാമിലിയായിട്ട് പോയി കാണാം. ഓക്കെ, വലിയ സ്റ്റാറൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പം പിന്നെ തരാമെന്ന് പറയരുത്. ഇല്ല. ഓക്കെ, താങ്ക് യു.